ഇത്തവണ കേരളത്തിന്റെ വോട്ട് ആവശ്യം, വോട്ട് അവകാശം തൃശ്ശൂർക്കാർ കേരളത്തിന്റെ ഹൃദയാധികാരം മാനിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായക അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുമർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ്. അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷം. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. അതാണ് ഏറ്റവും വലിയ മഹത്വമായത്. ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ അങ്ങനെ സീനിയർ സിറ്റിസൺ എത്തി, പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ടാവും, പിന്നെ ഞാൻ അത് 10ാമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് നിശ്ചയിച്ചു പോയി. ഉറപ്പിക്കണ്ടേ? ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നത്? ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നത്? എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും MP-മാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിളക്കം ചാർത്തിയത്, അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രം മതി വിജയിക്കാൻ ഏറ്റവും നല്ല ഘടകം. 10 വർഷത്തെ MP-യുടെ ഡ്യൂട്ടി, MP-യുടെ റെസ്പോൺസിബിലിറ്റി അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാൽ മതി. അത് തന്നെയാണ് വിജയസാധ്യതയുടെ വലിപ്പവും. അത് തന്നെ ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമെന്ന് പ്രതീക്ഷിച്ചാണോ തുടങ്ങിയത്? അത് ഇത്തിരി കടുപ്പായി. ഒന്നാമത് അല്ല, കഷ്ടപ്പാടും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. ഈ ഒച്ചയും ഇത്രയും ദിവസം സമ്പർക്കം എന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്ന വീടുകളിൽ, എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത്. 95 അല്ലെങ്കിൽ 97 ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു, ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ ഒരു ജക്സ്റ്റപ്പോസിഷൻ. ഒരിക്കലും ആ രണ്ട് അഭിപ്രായവും കൂടെ ചേർത്ത് പാർട്ടിയുടെ ഒരു പൊതു വിലയിരുത്തൽ എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട്? ഈ മണ്ഡലത്തിന്റെ അല്ല, അവര് പാർട്ടിയുടെ വിലയിരുത്തലല്ല, അവരുടെ നിശ്ചയം തൃശ്ശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം. അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാണ്. പദ്ധതികൾ ഓരോന്നായിട്ടെടുക്കും. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുത്തു? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു? അപ്പോൾ BJP-യുടെ ഗവർണൻസിൻ്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തെ മോദി, അതിന് മുമ്പുള്ളത് ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല, അതും കൂടെ വേണമെങ്കിൽ വിലയിരുത്തിക്കോ. അപ്പോൾ ആ മോദി ഗവർണൻസിൻ്റെ പൂർണ്ണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ 20 MP-മാർക്കും കഴിഞ്ഞ 5 വർഷം സാധിച്ചില്ല. അതിന് മുന്നത്തെ 5 വർഷവും സാധിച്ചില്ല. അവരുടെ സ്വന്തം MP-മാർ വഴി അത് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം, അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രാർത്ഥന, അവരുടെ ആത്മവിശ്വാസം. താങ്ക് യു.